ഇതെല്ലാം മറികടന്ന് വെറും വ്യക്തിഹത്യ നടത്തുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം സംഘടനകൾ പലതും അതപ്പതിച്ചിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. വ്യക്തിഹത്യ നടത്തുക എന്നത് കുറ്റകരമാണ്. ഇസ്ലാമിക ഭരണകൂടമുള്ളയിടത്ത് തക്കതായ ശിക്ഷ അതിനുണ്ട്, നിയമമുണ്ട്. ഇസ്ലാമിക ദഅവയുടെ രംഗത്ത് പോലും അത് ചെയ്യാൻ പാടില്ലെങ്കിൽ ദഅവാ പ്രവർത്തനങ്ങളിൽ പോലും ആ ഒരു സ്വഭാവം പാടില്ല എങ്കിൽ മറ്റ് ബൗദ്ധിക കാര്യങ്ങളിലും എങ്ങനെയാണ് നാം വ്യക്തിഹത്യ നടത്തുക? ഇസ്ലാം ഒരിക്കലും അത് അനുവദിക്കുന്നില്ല. ഓരോ കുന്തുണ്ടോ അതും മനസ്സിലാക്കി ചെയ്യാനുള്ള തയ്യാറെടുപ്പും മനസ്സും ഉൾക്കരുത്തും എല്ലാവർക്കും ഉണ്ടാവണം. നാം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ നമുക്ക് തുറക്കപ്പെടുകയുള്ളൂ. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നിങ്ങൾ ഹാർഡ് വർക്ക് നടത്തിയാൽ സുഖലോലുപതയല്ല ജീവിതം, മറിച്ച് അധ്വാനമാണ്. അതേ, കഷ്ടപ്പെടുന്നവർക്ക്, വേദന അനുഭവിക്കുന്നവർക്ക്, സമൂഹത്തിലെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി അതേ കണ്ണ് ചിമ്മാതെ കണ്ണ് തുറന്നു പിടിച്ച് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. രാജ്യത്ത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുക. അതിന് വേണ്ട സ്ഥാപനങ്ങളും അതിൽ ജാതിയും മതവും ഗ്രൂപ്പും വർഗവും നമുക്ക് തടസ്സമാവരുത്. എന്തിനധികം കുഴിക്കുന്നിടത്ത് പോലും തന്റെ ഗ്രൂപ്പുകാരൻ കുഴിക്കണ്ട എന്ന ഒരു ചിന്താഗതിയിലേക്ക്, കുഴിച്ചിടാനുള്ള കുഴിക്കുന്നിടത്ത് വരെ അത് തന്റെ ഗ്രൂപ്പുകാരനല്ലെങ്കിൽ കുഴിക്കാൻ പാടില്ല, അവൻ കുഴിച്ചാൽ പറ്റില്ല. ഇത്രത്തോളം മാറിയ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ മുസ്ലിം സംഘടനാ പ്രവർത്തകരുടെ മനസ്സ് മലിനമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ